സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാനത്തിൻ്റെ ഈ രണ്ടാം ഞായറാഴ്ച, കർത്താവിൻ്റെ കരുണയുടെ ഞായറാഴ്ച, സൺഡേ ഓഫ് ദി ഡിവൈൻ മേഴ്സി. നമുക്ക് ലഭിക്കാൻ യോഗ്യതയില്ലാത്തത് നമുക്ക് തരുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. യേശുക്രിസ്തു കരുണയാണ്. നാം പാപികളായിരിക്കെ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കാനായി, നമ്മുടെ പാപങ്ങൾക്ക് പകരമായി, നമ്മൾക്ക് പകരം സ്വന്തം പുത്രനെ വിട്ടുതന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയാണ് കാരുണ്യം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അവൻ വാനമേഘങ്ങളിൽ വിധിയാളനായി വരാനിരിക്കുന്നു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എപ്പോഴും ഏറ്റുകൊള്ളാറുണ്ട്. അവൻ വീണ്ടും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് താമസിക്കുന്ന ആ ഒരു കാലവിളംബം, അതിന് കരുണ എന്ന് പറയും. കർത്താവിൻ്റെ കരുണയാണിത്. ഇന്നത്തെ തിരുവചനങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ കരുണ. ഇന്ന് ആഗോള സഭയിൽ വിശുദ്ധ കുർബാനയിൽ ഒന്നാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാ നിറവിന് ശേഷം അപ്പസ്തോലന്മാര് ഒരുമിച്ച് കൂടിയിരുന്നു. അവരൊരു സാധാരണ മനുഷ്യരിൽ നിന്നും അവർ വേർപെട്ടിരുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു മേഖലയാണ്. നമ്മൾ ലോകത്തിൽ പണ്ട് ജീവിച്ചിരുന്നത് പോലെ ജീവിക്കാനുള്ളവരല്ല നമ്മൾ. നമ്മളിന്ന് മനുഷ്യരെ പ്രീതിപ്പെടുത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണല്ലേ നമ്മളുടെ അജ്ഞത എന്ന് പറയും. അജ്ഞത, അതായത് മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന നമ്മുടെ ഒരു ജീവിത കാലഘട്ടമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന 3 തലമാണല്ലോ: ശരീരവും മനസ്സും ആത്മാവും. നമ്മൾ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങൾക്കൊത്തു ജീവിച്ചിരുന്നവരാണ്. നമ്മുടെ ആത്മാവ്, നമുക്ക് ആത്മാവുണ്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ആത്മാവുണ്ട്, നമ്മുടെ തന്നെ ആത്മാവ്. ആ ആത്മാവിലേക്ക് ദൈവം കടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. നാം തിരുസഭയിലാകുക, അല്ലെ മാമോദീസ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ പരിഹാരബലിയായി നമ്മുടെ ജീവിതത്തെ അർപ്പിച്ചു. ആ കർത്താവിന് മുമ്പിലേക്ക് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്, നമ്മൾ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുള്ള, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നമ്മൾ സാത്താൻ്റെതായിരുന്ന പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. നമ്മളെ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ സാത്താന്റെ അടിമത്തത്തിൽ നിന്നും യേശു തൻ്റെ തന്നെ ശരീരവും തൻ്റെ തന്നെ ജീവനും വിലയായി സാത്താന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട്, അല്ലേ, നമുക്കറിയാം, യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ യേശു പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യം, അവരെ വെറുതെ വിട്ടേക്കാൻ. അപ്പോസ്തല ശിഷ്യന്മാരെ അവരെ വെറുതെ വിട്ട്, നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യം, ഞാനാണ് പാപപരിഹാര ബലി. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചത്. യൂദാസ് പിന്നീട് ഇവനെയാണ് ഞാൻ കാണിച്ചു തരാം, ഒരു ചുംബനം കൊണ്ട് കാണിച്ചു തരാം, അവനെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് യൂദാസ് പറഞ്ഞതും അതും ദൈവഗീത പ്രകാരമാണ്. കാരണം അവനാണ് നമുക്ക് വേണ്ടി ബലിയായി തീരേണ്ടത്. അപ്പോൾ അങ്ങനെ യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ അപ്പസ്തോലന്മാരുടെ ഇടയിൽ 40 ദിവസത്തോളം വ്യാപരിച്ചു, പല കാര്യങ്ങളും പഠിപ്പിച്ചു. താൻ ഉത്ഥാനം ചെയ്ത് മരിച്ചുയർത്ത് ജീവിക്കുന്നതിനായിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് പെസഹ അല്ലെങ്കിൽ പന്തക്കൂസ്ത എന്ന് പറയുന്ന, അതായത് ഇസ്രായേൽ ജനത്തിന് പണ്ടുണ്ടായിരുന്ന അവരുടെ പാസ് ഓവർ, അവരുടെ ഇസ്രായേലിന്റെ പഴയ നിയമത്തിലെ പെസഹ, ആ പെസഹ ദിവസമാണ് യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിച്ചതും ഒക്കെ ആ പെസഹ തിരുനാൾ, പാസ് ഓവർ തിരുനാളിന്റെ ആഘോഷത്തിന് ഇടയിലാണ്.
യേശു, അത് പണ്ടേ ഉള്ളതാണ് പാസ് ഓവർ, പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പാസ് ഓവർ കഴിഞ്ഞിട്ട് 50 ദിവസം കഴിയുന്ന ഒരു തിരുനാളാണ് പെന്തക്കോസ്റ്റ്, അല്ലെങ്കിൽ 50-ാം നാൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പെന്താക്കോസ്റ്റ്, പെന്റാം 5 അല്ലേ? ആ പെന്തക്കോസ്ത തിരുനാള് യഹൂദര്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവര് 50-ാം നാൾ തിരുനാൾ ആഘോഷിക്കാൻ. അത് വിളവെടുപ്പ്, സന്തോഷത്തിന്റെ ഒരു കാലഘട്ടമാണ്. വിളവെടുപ്പ് മഹോത്സവം എന്ന് പറയുന്ന, അതിനു വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തടിച്ചുകൂടിയിരുന്ന യഹൂദ ജനത്തിന്റെ നടുവിലാണ് ആ പരിശുദ്ധാത്മാവിന്റെ ആഗമനം. അവിടെയാണ് പത്രോസ് പോയി ആദ്യം പ്രസംഗിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ചുകൂടിയിരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ പത്രോസ് ഒന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്കെല്ലാം താന്താങ്ങൾ, പത്രോസ് ഹരമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ കേട്ടവർക്കെല്ലാം താന്താങ്ങളുടെ ഭാഷയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതം തന്നെ നടന്നവിടെ. ഭാഷണവരം എന്നതേ കുറിച്ച്, അത് ഭാഷാവരമല്ല, ഭാഷണവരം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ പത്രോസ് സംസാരിക്കുന്നത് വിവിധ ഭാഷകളിലുള്ളവർക്ക് അവരവരുടെ ഭാഷകളിൽ കേൾക്കാൻ സാധിച്ചു. അതൊരു അത്ഭുതമായിരുന്നു. ഭാഷാവരം എന്ന് പറയുന്നത്, നമ്മൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് പോലും അറിയാൻ പറ്റില്ല. രണ്ടിനും വ്യത്യാസമുണ്ട്. നമുക്ക് ദൈവം തരുന്നത് അന്നത് ഒരു അത്ഭുതമായിട്ട് ഭാഷണവരം എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഇവര് അന്ന് 120 പേരുടെ ഒരു സംഘം, അത്രയും പേര് ജെറുസലേമില് വളരെയധികം ജനക്കൂട്ടം ജെറുസലേമിലുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് വേർതിരിക്കപ്പെട്ട 120 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ആ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ ഉൾപ്പെടെ 12 അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും ബാക്കി ശിഷ്യരും ഭക്തസ്ത്രീകളും ഒക്കെ വേണ്ട 120ഓളം പേരവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ വേർതിരിക്കപ്പെട്ടു. അവർക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടി. ഇനിമേൽ ലോകത്തിന്റെ പാപത്തിനും ലോകമോഹങ്ങളിലും ഒരു സമ്പത്തിന്റെയോ ജഡിക മോഹങ്ങളിലോ ഒക്കെ ജീവിക്കേണ്ടവരല്ല. ആത്മാവിന്റെ ഇഷ്ടം, ദൈവത്തിന് ഇഷ്ടമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളില്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളില് ദൈവത്തിൻ്റെതായി ഉള്ളത് നമ്മുടെ ആത്മാവാണ് അല്ലേ? പലപ്പോഴും ചിന്തിച്ച സഭാപ്രസംഗന് 11-ാമത്തെ അധ്യായം 5 പറയുന്നില്ലേ, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറയുന്നത് എങ്ങനെയെന്നും ആരും അറിയുന്നില്ല. ഇതുപോലെയാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയും ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. അപ്പൊ ദൈവം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി ഉരുവാകുന്ന ആ നിമിഷം നമുക്ക് ജീവൻ ഉണ്ടായത് ആ നിമിഷം ദൈവം കൂടി ഇടപെട്ടത് കൊണ്ടാണ്. ദൈവം ആ നിമിഷം ഒരു കുഞ്ഞായി നാം ജനിക്കണമെന്ന ദൈവത്തിന് അനാദികാലം മുതലുള്ള നിശ്ചയപ്രകാരം ദൈവത്തിന്റെ ചൈതന്യം ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് മനുഷ്യക്കുഞ്ഞായി ജനിച്ചത് ദൈവത്തിന്റെ ചൈതന്യം അന്ന് അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി നാം ഉരുവാക്കപ്പെട്ട ആദ്യ നിമിഷം തന്നെ നമ്മളിലേക്ക്, നമ്മുടെ ഭ്രൂണത്തിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം ദൈവം നിവേശിപ്പിച്ചു. അത് നമ്മുടെ ആത്മാവെന്നും നമുക്ക് വ്യക്തിപരമായിട്ടൊരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൂടാതെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടേതായിട്ടൊരു ആത്മാവുണ്ട്. സങ്കീർത്തകൻ 40 എൻ്റെ ആത്മാവേ എന്ന് പറയുന്നത്, എൻ്റെ ആത്മാവേ, ഓ മൈ സോൾ, എൻ്റെ ആത്മാവേ നീ എന്തിനാണ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചു ഞരങ്ങുന്നതെന്നാണ് അവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനം 42. അപ്പം ദൈവം നമ്മൾ നിക്ഷേപിച്ച ഈ ആത്മാവ് ദൈവത്തിൻ്റെതാണ് അല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് നിരന്തരം, ഒരു കുഞ്ഞ് അമ്മയെ കാണാതെ, ആൾക്കൂട്ടത്തിൽ പെട്ടുപോയ ഒരു കുഞ്ഞ് അമ്മയെ കാണാതെ തിരയുന്നത് പോലെ നമ്മുടെ ആത്മാവ് ഈ ലോകത്തിലെല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സമ്പത്തും പ്രൗഢിയും ആഡംബരങ്ങളും നമ്മുടെ ലോകത്തിന്റെ ജഡിക സുഖമോഹങ്ങളിലൊക്കെ ആസ്വദിച്ച് സന്തോഷമാണെന്ന് പറയുമ്പോഴും നമ്മളുടേതായ 1/3 ഭാഗമായ നമ്മുടെ ജീവിതത്തിന്റെ 1/3 നമ്മുടെ ആത്മാവിന് ഒരിക്കലും സന്തോഷമില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നാണ് അല്ലെ? ഒരു കുഞ്ഞ് അമ്മയെ കാണുന്നത് പോലെ ദൈവത്തെ കാണുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ആനന്ദിക്കുക. അതാണ് യെശയ്യാ 66 യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള മനുഷ്യാവതാരവും അത് കഴിഞ്ഞ്
ദൈവം തന്നെ ആത്മാവായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു യെശയ്യാ 66 പറയുന്നുണ്ടല്ലോ. നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറയണേ, ഞാൻ നിന്നെ അമ്മയെ പോലെ ഞാൻ ലാളിക്കും, ഞാൻ നിന്നെ എൻ്റെ എളിയിൽ എടുത്തുകൊണ്ട് നടക്കും, ഞാൻ നിന്നെ പാലൂട്ടി വളർത്തും, ഞാൻ നിന്നെ എൻ്റെ മടിയിലിരുത്തി ലാളിക്കും എന്നൊക്കെ ദൈവമായ നമ്മുടെ ആത്മാവിലേക്ക്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവം ആത്മാവായി നമ്മുടെ ആത്മാവിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ എന്നൊക്കെ നമ്മൾ പാടുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരവും മനസ്സും സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവും സന്തോഷിക്കുക. അത് ദൈവം നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ മാത്രമാണ്. ദൈവമാണ് നമ്മുടെ ആത്മാവിന്റെ പിതാവല്ലേ, അമ്മ, അങ്ങനെ വേണം പറയാം. നമ്മുടെ ആത്മാവിന്റെ അമ്മ ദൈവമാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം സന്തോഷമുണ്ടെങ്കിലും വിശുദ്ധനായ അഗസ്തീനോസ് ലോകത്തിന്റെ സകല അശുദ്ധിയിലും പാപങ്ങളിലും മുഴുകി 33 വർഷം ജീവിച്ചു. അവസാനം ദൈവത്തെ കണ്ടെത്തിയപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു വചനമുണ്ടല്ലോ, റോമർക്കുള്ള ലേഖനം 13-ാമത്തെ അധ്യായം. അവിടെ ഒരു വേർതിരിവിനെ കുറിച്ച് പറയാം. പാപത്തിൽ മുഴുകി ലോക ജഡികതയിൽ മുഴുകി ജീവിച്ചിരുന്ന അഗസ്റ്റിൻ ഒരു വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഈ ഒരു വചനമാണ് റോമർ 13 11-ാമത്തെ വചനമാണ് സുവിശേഷ ഒരു വിശുദ്ധൻ ഇതൊരു വിശുദ്ധനാണ് വചനം പ്രസംഗിച്ച്, ഞാൻ ഓർക്കുന്നില്ല, തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, ഓർമ്മയില്ലാത്ത വിശുദ്ധൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വചനമാണ് അദ്ദേഹം കേട്ടത്. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ജഡികതയിൽ നമ്മുടെ ശരീരത്തെ തളച്ചിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ, ഒരുമാതിരി അനസ്തേഷ്യ പോലെ പാപത്തിന്റെ സുഖത്തിൽ, പാപത്തിന്റെ ജഡികതയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് നമ്മൾ ഉറക്കത്തിൽ ഉറങ്ങുന്നത് പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അനസ്തേഷ്യ കിടക്കുന്ന പോലെയാണ്. അപ്പോസ്തലൻ പറയാണ്, നിദ്ര വിട്ടോ അല്ലെങ്കിൽ പാപത്തിന്റെ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്, ഉണരേണ്ട സമയമാണല്ലോ ഇത്. ആത്മാവിൽ ഉണരേണ്ട. രാത്രി കഴിയാറായി എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ പ്രവൃത്തികൾ, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ അല്ലെ സാത്താന്റെ പ്രവൃത്തികളെ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം എന്ന് പറയുമ്പോൾ പ്രകാശം യേശുവാണ്. യേശു പറഞ്ഞാൽ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരെ, അപ്പോൾ നമ്മുടെ ആത്മാവിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? എന്തായി പറയുന്നത്? നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ മുഴുവനും ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തോഷത്തിന് വേണ്ടി നമ്മളിങ്ങനെ അല്ലേ. അതാണ് ലൂക്കാ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടോ, നിങ്ങൾ അവിഹിത വേഴ്ചകളിലോ മദ്യലഹരിയിലോ സുഖലോലുപതയിലോ വിഷയാസക്തിയിലോ പറയുന്ന സംസാരമൊക്കെ വെറും ജഡികമായ ലോകത്തിൻ്റെതായ മ്ലേച്ഛതയൊക്കെ സംസാരിച്ച് കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ലൂക്ക 21 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരണം. ആ ഒരു മേഖല തന്നെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണുള്ളത് എന്ന് പറയുമ്പോൾ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എന്നിട്ട് പറഞ്ഞു, അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുഖലോലുപതയിലോ. ഈശോ പറഞ്ഞ വാക്ക് തന്നെയാണ് ലൂക്ക 21 പറഞ്ഞത്. ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഇതെല്ലാം ഇതെല്ലാം ശരീരത്തിന്റെയും മനസ്സിന്റെയും കാര്യങ്ങളാണ്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹത്തിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ശരീരത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്, മറിച്ച് ആത്മാവിന്റെ കാര്യങ്ങൾ. അതാണ് ഗലാത്യർ എഫേസൂസില് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ. അതായത് നമ്മൾ അവിടെ പലപ്പോഴും ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പൗലോസ്ലിയ എഫേസൂസിൽ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതായത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. എഫേസൂസ് 5 അവിടെ 18 പറയുന്നുണ്ട്, നിങ്ങൾ വിവേകികളെ പോലെ. അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്,
ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഉറങ്ങുന്നവനെ, എഫെസസ് 5:14, ഉറങ്ങുന്നവനെ അല്ലെങ്കിൽ പാപത്തിൽ ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവാൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. എവിടെ നോക്കിയാലും തിന്മയാണ്. കൊല്ലും, കൊലപാതകവും, അല്ലെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഫോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. അതുപോലെ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ദുരാത്മാവുണ്ടല്ലേ. നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവാണ് വരേണ്ടത്. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മളെ അമ്മയെ പോലെ നമ്മുടെ ആത്മാവിനെ പരിപാലിക്കുന്നത്. നമ്മുടെ ആത്മാവിലേക്ക് ദുരാത്മാവ് വരുവാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ ഞെക്കിക്കൊന്നുകളയും. നമ്മുടെ ആത്മാവിനെ പാപത്തിലിട്ട് ഞെരുക്കിക്കളയും. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുടെ അല്ലെ ദുരാത്മാവുണ്ട്. ആസക്തികൾ അല്ലെ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞ് ആ ആസക്തി, ഈ ദുരാത്മാവ് മദ്യപാനത്തിലൂടെ കടന്നു വരുന്ന ഒരു മേഖലയുണ്ട് അവിടെ. മറിച്ച് നിങ്ങൾ ആത്മാവിനാൽ നിങ്ങൾ വീഞ്ഞു കുടിച്ച് പൂസാകരുത്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂസാകുവിൻ. എന്ത് വ്യത്യാസമാണ്? വീഞ്ഞു കുടിച്ച് പൂസാകുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂസാകുവിൻ, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. എന്നിട്ട് നമ്മൾ ഈ വീഞ്ഞു കുടിച്ചുള്ള പൂരപ്പാട്ടുണ്ടല്ലോ, അല്ല എന്തെല്ലാമാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരായി സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. എന്തുമാത്രം വ്യത്യാസം നോക്കി. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെയാണ് പ്രകീർത്തിക്കേണ്ടത്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പരസ്പരം നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു മേഖലയാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മൾ അറിയണം. അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സമൂഹം. ഇത് അവര് മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി അവരിങ്ങനെ ഭക്ഷണപ്രിയത്തിലോ ഭോജനപ്രിയത്തിലോ വീഞ്ഞു കുടിക്കുന്നതിനൊന്നും താല്പര്യമില്ല. അതിൽ മാറി അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനം, അറിവ്, ബുദ്ധി, ആലോചന, പരിശുദ്ധാത്മാവ് വന്ന ശേഷം അവർക്ക് കിട്ടിയൊരു കാര്യമാണിത്. ഇതിൽ പറയാണ്, ഇന്നത്തെ വായന ഇതാണ്. അപ്പസ്തോലപ്രദം 5-ാമത്തെ അധ്യായം. അപ്പസ്തോലന്മാരുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. ഇന്നും അങ്ങനെയല്ലേ? ദൈവവചനം പറയുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്യുന്നിടത്തൊന്നും അവിടെ ഒന്നും വരാൻ താല്പര്യമില്ല. കാരണം എന്താ? അങ്ങനെ അത് താല്പര്യമില്ലാത്ത വലിയൊരു സമൂഹമാണ് ലോകത്തിലുള്ളത്. അപ്പം നമ്മൾ ഒന്നുകിൽ ഈ രണ്ടും കൂടെ കൂട്ടിക്കലർത്താം. അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ. ലോകത്തിൻ്റെ ജഡികതയിലും പാപത്തിലും മദ്യത്തിലും ഒക്കെ ജീവിക്കാം പകുതി, ബാക്കി നമുക്ക് പള്ളിയിലും പോകാം, അവിടെയും പോയേക്കാം. ഇങ്ങനൊരു മേഖലയുണ്ടല്ലോ. അത് യേശുവിന് ഇന്നലെ നമ്മൾ ഡിവൈൻ മേഴ്സിയുടെ നൊവേനയിൽ ഇന്നലെ ചിന്തിച്ചതായിരുന്നല്ലോ, ഇല്ലേ? 2 ദിവസം മുമ്പായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാ മന്നോഷണം എന്ന് പറയുമ്പോൾ പാപവും വിശുദ്ധിയും കൂടെ കൂട്ടിക്കലർത്തി അനേകർ സഭയിലുണ്ട്. അവരെ എൻ്റെ കരുണക്കടലിലേക്ക് സമർപ്പിക്കുന്നു. വെളിപാട് 3 പറയുന്നില്ലേ? ഒന്നുകിൽ നിങ്ങൾ ചൂടോ അല്ലെ തണുപ്പോ ഉള്ളോ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ നിങ്ങൾ രണ്ടും കൂടെ, ഈ തിന്മയും നന്മയും കൂടെ കൂട്ടിക്കലർത്തി നിങ്ങൾ അനേകരെ തിന്മയിലേക്ക് നയിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ, യുവാക്കന്മാരെയൊക്കെ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ആകാമെന്നുള്ള ധാരണയിൽ അല്ലേ ഈ വചനം പറയുന്നുണ്ടല്ലോ.
ഈ ഈ ചെറുപ്പക്കാർ ചെറിയവരെ, ഈ ചെറിയവരിൽ ആർക്കും ഇടർച്ച വരുത്താതിരിക്കാൻ സൂക്ഷിക്കുന്നു. അവർക്ക് നല്ലത് അവരുടെ കഴുത്തിൽ കഴുതയുടെ വലിയൊരു തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നു. അത്രമാത്രം എന്ന് പറഞ്ഞാൽ സ്വയം ആത്മഹത്യ ചെയ്യാൻ നല്ലതെന്നാണ് ഉറപ്പ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദുർമാതൃക ഉതപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റനേക ആത്മാക്കളെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിച്ചുകൊണ്ട് അനേകരെ ദൈവികതയിലേക്ക് കൊണ്ടുപോകേണ്ട. അതാണ് യേശു പറഞ്ഞത്, ലോകമെങ്ങും പോയി ഈ സുവിശേഷം അറിയിക്കാൻ. എന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി ഇന്ന് നമ്മൾ അനേക വലിയ പാതകമാണ് ചെയ്യുന്നത്. അനേകർ ഇന്ന് ജഡികതയും ലോകമോഹങ്ങളും പിന്നെ അതോടൊപ്പം പള്ളിയിലുണ്ട്. ഇത് ഏറ്റവും വലിയ പാതകമാണെന്നാണ് ഈശോ വെളിപാട് മുൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ചൂടോ അല്ലെ തണുപ്പോ ഇല്ല, നിങ്ങളെ മന്നോഷ്ണം ലൂക്കുവാം എന്ന് പറയുന്നത് എന്താ? ചൂടും തണുപ്പും കൂടെ എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. നമ്മൾ പറയില്ലേ, തണുപ്പ് വായിക്കാത്ത കുടിക്കത്തില്ല, ചൂടും പൊള്ളത്തില്ല. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി പിന്നെ അല്പം ചൂടും അല്പം തണുപ്പും കൂടെ ആണെങ്കിൽ നമുക്ക് വളരെ കുടിക്കാൻ വളരെ എളുപ്പം എന്ന് പറയുന്ന മേഖലയുണ്ടല്ലോ. ഇത് അനേകർ അങ്ങനെയാണ്. ലോകത്തിൽ നന്മയും തിന്മയും കൂടെ കൂട്ടിക്കലർത്തി ജീവിക്കാൻ വളരെ എളുപ്പമാണ്. അത് ഈശ്വരൻ, ഞാൻ അവരെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ അവരുടെ കരുണ കാണിക്കുന്നല്ല. ഇന്ന് കരുണയുടെ ഈ ഞായറാഴ്ചയാണ്. ഇത് അറിയാതെ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ചൂട് അല്ല തണുപ്പുള്ളവരാണെങ്കിൽ അശുദ്ധി ജീവിക്കുകയാണെങ്കിൽ ഞാൻ കരുണ കാണിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളെ വീണ്ടെടുക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അശുദ്ധിയിലും ഒഴുകി പാപത്തിലും ഇത് രണ്ടും കൂടെ ആകിയാൽ ഒരു രക്ഷയില്ല. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നതാണ്, മറ്റുള്ളവരാരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല, എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു വന്നു. കുഴപ്പമില്ല, ഇവര് അവരോട് ചേരാൻ താല്പര്യം, അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഈ വഴി എന്ന് പറഞ്ഞ് അനേകർ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോകുന്നു. കർത്താവിൽ വിശ്വസിച്ച യേശുക്രിസ്തുവിൽ വിശ്വാസ സമൂഹം വളരെ തിരുസഭയാണ് ഈ പറയുന്നത്. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കാരണം എന്താ? ആത്മാവിനുള്ള ബന്ധനമാണ് പല രോഗങ്ങളും. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അതിൽ നിന്നും സൗഖ്യം കിട്ടുവാനുള്ളവരെ. ഇത് തന്നെ വേറൊരു പത്രോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഈ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ അപ്പോസ്തലൻ 2 ഇങ്ങനെയാണ് പറഞ്ഞത്, ജനത്തോട് വന്ന് യേശുവിനെ കുറിച്ച്, നിങ്ങൾ അറിയാതെയാണ് അവനെ കുരിശിൽ തറച്ച് യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പത്രോസ് വന്ന് ആ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, അവർക്ക് മാനസാന്തരമുണ്ട്. അവരുടെ പൂർവിക തലമുറകളെ യേശു മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങിയപ്പോൾ പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1 പത്രോസ് 3:18 പറയുന്നു, അവൻ ആത്മാവോടുകൂടി ചെന്ന് ആ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹയുടെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ അനുസരണക്കേട് കാണിച്ച് മരിച്ചുപോയ ആത്മാക്കളായിരുന്നു. ആ ആത്മാക്കളോട് യേശു പാതാളത്തിൽ ഇറങ്ങിയപ്പോൾ സുവിശേഷം പ്രസംഗിച്ചു. അവരെയുമായിട്ടാണ് യേശു ആരോഹണം ചെയ്തതെന്ന് അസംഖ്യം തടവുകാരെയുമായിട്ടാണ് സങ്കീർത്തനം 68:18 പറയുന്നുണ്ട്. അവൻ ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെയും വഹിച്ചുകൊണ്ടാണ് ആരോഹണം ചെയ്തത് പാതാളത്തിൽ നിന്നും. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അടിമത്തിൽ നിന്നും, പാപത്തിന്റെ അടിമത്തിൽ കിടന്ന ആത്മാക്കളെ അന്ന് വരെ ഉണ്ടായിരുന്നവർ യേശു മോചിപ്പിച്ചു. പക്ഷെ ഞാൻ പറയും, തിരുസഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. തിരുസഭ സ്ഥാപിച്ചതിന് ശേഷം തിരുസഭയിലുള്ള യേശുക്രിസ്തുവിന്റെ ആത്മാവ്, നമ്മളിന്ന് കത്തോലിക്ക സഭ പ്രത്യേകിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി, അതെ, അന്ന് മരിച്ചുപോയവരോട് ദൈവരെ തള്ളിക്കളഞ്ഞില്ല യേശുക്രിസ്തുവിന് മുമ്പ്. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവരായിരുന്നു അവര്. ഇന്നും ഈ ലോകത്തിൽ അനേകർ യേശുക്രിസ്തുവിനെ കുറിച്ച് വേണ്ട രീതിയിൽ കേൾക്കാതെ കൊണ്ട്, വിശ്വാസമില്ലാതെ, വെറും അവരുടെ സാഹചര്യം മൂലം അജ്ഞതയുടെ കാലഘട്ടം അപ്പോസ്തലർ 17 പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, അല്ലെങ്കിൽ ലേഖനകർത്താവ് പറഞ്ഞിങ്ങനെയാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല.
നമ്മുടെ എത്രയോ കുടുംബാംഗങ്ങളുണ്ട്, പൂർവികരൊക്കെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല അല്ലേ. നമ്മളിപ്പോൾ പുറകോട്ട് ചിന്തിക്കുകയാണ്, ഒരു 100 വർഷം പുറകോട്ട് ചിന്തിച്ചാൽ നമുക്കറിയാം, അന്ന് മലയാളത്തിൽ കുർബാന പോലും സുറിയാനിയിലൊക്കെ ആയിരുന്നു. എന്താ പറയുന്നത് പോലും അറിയത്തില്ല. കുറേ കേട്ടുകൊണ്ടൊക്കെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ അന്ന് കുർബാന നടക്കുമ്പോഴും കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വേണ്ട രീതിയിൽ മാനസാന്തരത്തിനുള്ള വഴി അറിയാതെ പോയവരാണ്. അവരാരും മനഃപൂർവ്വം തള്ളിക്കളഞ്ഞു പോയല്ലോ. മനഃപൂർവ്വം ദൈവത്തെ, യേശുവിനെ അറിഞ്ഞിട്ടും തള്ളിക്കളഞ്ഞു പോയവർക്ക് രക്ഷയില്ല എന്ന് യോഹന്നാൻ സ്ലീഹ പറയുന്നു സുവിശേഷത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അറിഞ്ഞിട്ടും പോയവർക്ക് രക്ഷയില്ല. എന്നാൽ അറിയാതെ പോയ എത്രയോ ആൾക്കാരാണ് ഇന്നും ലോകത്തിൽ. യേശുവിനെ കുറിച്ച് അറിയാതെ, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്നറിയാതെ എത്രയോ പേരാണ് മരിച്ചു പോയിരിക്കുന്നത്. അവരോട് ദൈവം കരുണ കാണിക്കും. അവരറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇന്നും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവർ, ഇത് വലിയൊരു മേഖലയാണ്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്താൽ ഇപ്പോൾ പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കും. ഇപ്പോൾ നമ്മൾ അല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നൊക്കെ ആ വകുപ്പൊക്കെ തിരുവനന്തപുരം ചേർത്ത് വെച്ച് പരിശുദ്ധാത്മ വെച്ച്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, അജ്ഞതയിലാണ് അവർ. അത് ദൈവം അവർക്കെതിരെ കണക്കിടുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി സിരിശും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മേഖലയുണ്ട്. അനേക ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുക, തള്ളിക്കളയാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു അവർ പറയുന്നുണ്ട്. എന്നാൽ മരിച്ചുപോയവർ ആത്മാവിന് മരണമില്ല. നമുക്കൊരു ആത്മാവ് ദൈവത്തിൻ്റെതാണല്ലോ. ഈശോന് ലൂക്കാ 20:38 പറഞ്ഞില്ലേ, അവിടുന്ന് മരിച്ചവരുടെ അല്ല, അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ, മരിച്ചുപോയവരും കർത്താവായ യേശു ജീവിച്ചിരിക്കുകയാണ്. അവരുടെ ആത്മാവാണ്. ശരീരമേ മരിച്ചുള്ളൂ, ആത്മാവിന് മരണമില്ലല്ലോ. ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ആത്മാവിന് മരണമില്ല. ദൈവത്തിന് മരണമില്ല. അത് ദൈവം നമുക്ക് തന്ന ആത്മാവിന് മരണമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ലൂക്കാ 20 അവര് മരിച്ചുപോയവരുടെ ആത്മാക്കള് ദൈവസന്നിധിയിൽ ജീവിച്ചല്ല. ദൈവത്തിന് കാണാം അവരെ. അതാണ് ശുദ്ധീകരണ ആത്മാക്കൾ ഇങ്ങനെ നിലവിളിക്കുക എന്നൊക്കെ പറഞ്ഞത്. സങ്കീർത്തനം 130 അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മുടെ മരിച്ചവർക്കുള്ള ഒപ്പീസിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ. ദൈവമേ, അഗാധത്തിൽ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. മരിച്ച ലാസർ ധനവാന്റെ സംഭവം ലൂക്കാ 16 വളരെ ദൂരെ എന്ന് പറഞ്ഞ ആ ധനവാൻ ദൂരെ, ദൈവത്തിൽ നിന്നും വളരെ ദൂരെ, നരകത്തിലല്ല. നരകത്തിലുള്ളവർക്ക് ദൈവത്തെ കാണാൻ പറ്റും. ആണ് ശുദ്ധീകരണ സ്ഥലം എന്ന് ഞാൻ പറയുന്നു. നരകത്തിൽ പോയവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നരകത്തിന് വേണ്ടി നമ്മൾ ഇതിനൊക്കെ കഴിഞ്ഞ ചിന്തിച്ചാണ് അവര് മരണത്തിൽ, അല്ലെങ്കിൽ അവർക്ക് തനത് വിധിയിലൂടെ മരിച്ച നിമിഷം ഒരു വിധി കിട്ടി, തനത് വിധി. പക്ഷെ അത് ഫൈനലായിട്ട് രണ്ടാമത്തെ വരവിന് ശേഷമാണ് ഫൈനൽ ജഡ്ജ്മെന്റ് കഴിഞ്ഞാണ് എവിടേക്കാണ്, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നൊക്കെ തീരുമാനമെടുക്കും. അതുവരെയുള്ള ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെയാണ് വളരെ ദൂരെ നിന്നും ആ ധനവാന്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്. മരിച്ചുപോയാണ്. അബ്രഹാം പിതാവേ എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. ലാസറിനെ എന്റെ അടുക്കലേക്കൊന്ന് അയക്കണമെന്നൊക്കെ പറയുന്ന ഈശോ നമ്മളെ പഠിപ്പിച്ചത്. മരിച്ചുപോയവര് ആത്മാവ് ജീവിച്ചിരിക്കുന്നവരാണ്. അതെ പ്രിയമുള്ളവര്, അപ്പൊ നമ്മൾ ഈ കരുണയെന്ന് പറഞ്ഞത് ദൈവം അതായത് അവിടെയാണ് ഇനി പറഞ്ഞത് അപ്പസ്തോല പ്രവർത്തനങ്ങളില് അതായത് പത്രോസ് വിളിച്ചു പറയാണ്, നിങ്ങൾ പാപമോചന എല്ലാവരും മാനസാന്തരപ്പെടുവിൻ. എന്നിട്ട് പറഞ്ഞാണ് 40 അപ്പസ്തോല 2:40 ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. അതാണ് ആദ്യം പറഞ്ഞ ദുഷിച്ച തലമുറ. ഈ ലോകത്തിൽ അനേകര് പാപത്തിൽ മുഴുകി ജീവിക്കുക. നിങ്ങൾ അവരോട് കൂട്ടുചേരരുത്. ഇത് വെറുപ്പും വിദ്വേഷമൊന്നുമല്ല. നമ്മുടെ ആത്മാവിനെ പ്രതി നമുക്ക് അപകടം എന്ന് എഴുതിയിരിക്കുന്ന നമ്മൾ വണ്ടി ഓടിച്ചു പോയില്ലല്ലോ. റോഡ് അപകടത്തിൽ, പാലം അപകടത്തിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ കർത്താവായ ഇന്ന് പറഞ്ഞ പോലെ നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ. നമ്മൾ ഉറങ്ങി വണ്ടി ഓടിക്കുന്നത് പോലെയാണെന്ന് പലരും പൊക്കോണ്ടിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ജഡിക പാപങ്ങളും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുക. നമ്മുടെ ആത്മാവ് നാശത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയ വചനം അതായിരുന്നു അല്ലേ. ശരീരത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാനായിട്ട് ഇവിടെ അത് തന്നെയാണ് പത്രോസ്ലീഹ പറയുകയാണ് ആദിമ സമൂഹത്തോട്. അപ്പസ്തോല 2:40 ഈ ദുഷിച്ച തലമുറയിൽ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. അവന്റെ വചനം ശ്രവിച്ചവരെ മാനസാന്തരപ്പെട്ട അവിടെയും അവർ ഏക മനസ്സോടെ നമ്മൾ ഇന്ന് പറയുള്ളൂ. നമ്മൾ അറിയണം, ഇത് ചുമ്മാ ഇങ്ങനെ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ചു പോകേണ്ട ജീവിതമല്ല ഇത്. വീണ്ടും റോമർക്കുള്ള ലേഖനം 2 പൗലോസ് റോമാക്കാരോട് പറഞ്ഞൊരു വചനമുണ്ടല്ലോ.
ദൈവത്തെ അറിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും റോമർ 1:21 പറയുന്നുണ്ട്. ദൈവത്തെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ദൈവം ഉണ്ട് എന്ന്. അതൊക്കെ ചുമ്മാതാണ്, ഇതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് പോകരുതെന്ന് റോമർ 2 പറയുന്നത് ഇങ്ങനെയാണ്. റോമർ 2:4 ദൈവത്തിന്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? ഇത്രയും നാളും ഞാനിങ്ങനെ അശുദ്ധിയിലും പാപത്തിലും ജീവിച്ചിട്ടും ഞാനിപ്പോഴും ജീവനോടെ മരിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിന് എന്നോടുള്ള കരുണയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മാനസാന്തരപ്പെടുമെന്ന് കരുതിയിരിക്കുന്ന ആ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരമാക്കിയാണ് ചെയ്യുന്നത്. അടുത്ത വചനം, ഇന്ന് കരുണയുടെ ഞായറാഴ്ച അതുകൊണ്ട് ഓർപ്പിക്കുകയാണ്. റോമർ 2:4 ഒടുവിൽ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അതുള്ളവരെ, നമ്മളിത് അറിയണം, മറ്റുള്ളവരോട് പറയണം. നമ്മളിത് അറിയണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.